ഉണ്ടാക്കാൻ പോണം മുന്നോ ചിക്കൻ റെസിപ്പി ഉണ്ടാക്കാണ്. അപ്പൊ ആദ്യം തന്നെ പാനില് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ സബോള എടുത്തിട്ട് കുരുകണമെന്ന് അറിയേണ്ട ഇങ്ങനെ പാടാൻ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പൊ ഇനി നമുക്ക് ഇടുന്നത് പച്ചമുളകാണ്. അപ്പൊ നമുക്ക് പച്ചമുളക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പൊ നമ്മൾ അടുത്ത് ഇടാൻ പോകുന്നത് കുറച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. നമുക്ക് ഇത്രയും ഇടാം. എന്നിട്ട് നമുക്ക് അപ്പൊ നമുക്ക് അടുത്തിട്ട് ഇടാൻ പോകുന്നത് ചിക്കൻ ആണ് കേട്ടോ. കണ്ടു. അപ്പൊ ഓരോ പീസായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കാം. അപ്പൊ ചിക്കൻ ഇട്ടിട്ട് നമ്മൾ ഇളക്കാട്ട് ചെയ്യും. ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് സോൾട്ട്. അപ്പൊ നമുക്ക് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇനി അടുത്തത് നമ്മള് തൈരാക്കിയിടാൻ പോകും. അപ്പൊ നമുക്കത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ പിന്നെയും ഇളക്കി വെക്കും. അപ്പൊ നമ്മൾ നന്നായിട്ട് ഇത് ഇളക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ഒരു ഗ്ലാസും വെള്ളം ഒഴിക്കാൻ പോവാണ്. കുറച്ചേരം ഇളക്കിയിട്ട് കുറച്ചേരം വേവാൻ വെക്കണം. അടച്ചു വെക്കാം കേട്ടോ. അപ്പൊ കുറച്ചേരം ചിക്കൻ അടച്ചു വെച്ചിട്ട് ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകൾ ഇടാം. മിളക് 1 സ്പൂൺ, ജീരകപ്പൊടിയും ഇട്ട് കൊടുക്കാം. അതിന് നമുക്ക് മല്ലിപ്പൊടി കുറച്ചിടാം. അപ്പം കുറച്ച് ഗരം മസാലയും കൊണ്ട് ഇടാവേ. അപ്പൊ നമുക്കിത് ഇളക്കഴിഞ്ഞ് നന്നായിട്ട് കുറച്ച് കുരുമുളകും കൂടി ഇടാവേ. നമുക്കത് ഇളക്കാൻ നന്നായിട്ട് കുറച്ച് വേപ്പിലും കൂടി ഇടാവേ. അപ്പൊ നമുക്ക് കുറച്ച് കാഷ്നട്ട് വറുത്തിട്ടിടാവേ. പെണ്ണയിലോട്ട് ഇടാം. അപ്പൊ വേപ്പിലും മിളകും പാനിൽ തന്നെ നമ്മള് വേപ്പിലും മിളകും നമ്മള്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ചിക്കൻ റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇതാണ് ഞങ്ങളുടെ ചിക്കൻ കറി. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.